ഹലോ, ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നതും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോട്ടൺ ആണ്. നമുക്ക് കോട്ടണിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഇത് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഒന്നാണ്, പ്യോർ വൈറ്റിൽ വരുന്നത്. അതിൽ ബ്ലൂ കളറും അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡിലുള്ള പ്രിൻറ്റഡ് ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സ്റ്റെമ്മും ലീഫും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ ഈ ബ്ലൂ കളർ വരുന്നത് കൊണ്ട് തന്നെ വൈറ്റിൽ ബ്ലൂ കളർ കൊണ്ട് ഒന്നും കൂടെ ഭംഗി തോന്നുന്നൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ വിഡ്ത്തും നല്ല കൂടുതലുണ്ട്. പിന്നെ ഇതിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റിയൊരു ദുപ്പട്ട, ഇപ്പോൾ നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റിയൊരു ദുപ്പട്ട ഞാൻ കാണിച്ചു തരാം. അതും ബൂട്ടയിൽ തന്നെ വരുന്നൊരു ദുപ്പട്ടയാണ്. അപ്പോൾ വൈറ്റിൻ്റെ കൂടെ ബ്ലൂ ഷെയ്ഡ് വരുമ്പോൾ ഒന്നും കൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ദുപ്പട്ട ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കോട്ടൺ ബൂട്ടയിൽ തന്നെ വരുന്നത്. ലൈനിങ് ഒന്നും ഇല്ലാണ്ട് സൽവാർ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട വേണ്ടാത്തവർക്ക് ഇത് ദുപ്പട്ടയാക്കിയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഒരു ചെറിയ ലേസൊക്കെ കൊടുത്ത് ബോർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഈ ബ്ലൂ കളറ് വൈറ്റിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് നേരിട്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേസൊക്കെ കൊടുത്തിട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ദുപ്പട്ടയും കൂടെയാണ് കേട്ടോ. ഇനി ഇത് രണ്ട് ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി ഇങ്ങനെ സെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡിൽ അങ്ങനെ വരുന്നൊരു ഫാബ്രിക്കാണ്. ഒരു ഫ്ലൂറസെൻറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഒരു ഓറഞ്ചും അതുപോലെ തന്നെ പിങ്കിലും വരുന്നതാണ്. ഇതിൻ്റെ ബേസ് ഷെയ്ഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ആയിട്ടാണ് തോന്നുക. പക്ഷേ അത് വൈറ്റ് അല്ല, ഒരു ലൈറ്റ് പിങ്കാണ്. നമുക്ക് വൈറ്റ് ആണോ പിങ്ക് ആണോ എന്ന് ഡൗട്ട് ഉണ്ടാവുന്ന ഒരു പിങ്കില്ലേ, അങ്ങനത്തെ ഒരു പിങ്കിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു ബട്ടറി സോഫ്റ്റ് ഫാബ്രിക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റിയൊരു ഫാബ്രിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫാബ്രിക്കാണ് ഇത്. ഇതിൻ്റെ പ്രിൻറ്റ് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, കളർ കോമ്പിനേഷനും കാര്യങ്ങളും. പക്ഷേ ഇതിലേക്ക് ഒരു ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ഞാനൊരു കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ. ആ കോഡ് സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പ്ലീറ്റ്സൊക്കെ കൊടുത്തിട്ട് ചെയ്തപ്പോൾ. അതുപോലെ തന്നെ ഇതിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, കാരണം ഭയങ്കര തിന്നായിട്ടുള്ള ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇനിയിപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി നമ്മളെ കയ്യിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഡബിൾ ക്ലോത്തിൽ വരുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഡബിൾ ക്ലോത്തിൽ വൈറ്റിലും ബ്രൗൺ ഷെയ്ഡിലും വരുന്ന ഒരു സ്ട്രൈപ്സ് വരുന്നൊരു ഫാബ്രിക്ക്. ഇതിൽ ഹൊറിസോണ്ടലാണ് ഇതിൻ്റെ സ്ട്രൈപ്സ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുട്ടികളുടെ ഡ്രസ്സ്, അതുപോലെ ചെറിയ ബേബീസിന് സ്വാഡിൽ, പിന്നെ ചെറിയ ബേബീസിന് ബെഡൊക്കെ ചെയ്യാനൊക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും മനസ്സിലാവില്ല. എന്നാലും ഞാൻ എനിക്ക് തോന്നിയൊരു ഇത് പറയാണ്. അപ്പോൾ അത്രയും ബേബീസിന് നല്ല കംഫർട്ടബിൾ ആയിരിക്കും, ചെറിയ ബേബീസിനൊക്കെ. അതുപോലെ സ്വാഡിൽ ക്ലോത്ത് ആക്കാൻ പറ്റും. കട്ട് ചെയ്തിട്ട് നമുക്ക് 4 സൈഡ് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബേബീസിന് സ്വാഡിലാക്കാം. പിന്നെ അവരെ ബെഡിനും കാര്യങ്ങൾക്കൊക്കെ ചെയ്യുക. ജെൻസിന് ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുക. ഇനി സമ്മർ സീസൺ അല്ലേ, സമ്മർ സീസൺ വരുന്ന സമയത്ത് നമുക്ക് ഇത് നല്ല ഉപയോഗമുള്ളൊരു ഫാബ്രിക്കാണ്. അത്രയും തിന്നാണ്, അത്ര സോഫ്റ്റാണ്, ലൈറ്റ് വെയ്റ്റഡും ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇതിന് ഇത്ര ക്വാണ്ടിറ്റിയാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് നമ്മളെ ബൂട്ടയിലാണ്. ബൂട്ടയിൽ ഒരുപാട് പ്രിൻറ്റ്സ് നമ്മളെ കയ്യിലുണ്ട്. സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എല്ലാതും. ഇതിലൊരു ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ വൈറ്റിലും കോമ്പിനേഷനിൽ വരുന്നൊരു ബൂട്ടയാണ്. ഇതിനൊരു ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും സൽവാറാക്കുന്ന സമയത്ത്. മെറ്റീരിയൽ അത്യാവശ്യം സീ ത്രൂ ആണ്, അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. പിന്നെ കിഡ്സിൻ്റെ ഫ്രോക്കിനും അല്ലെങ്കിൽ ഒരു ഡ്രസ്സിൽ സൽവാറിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ്. വിടുത്ത് വരുന്നത് 54 to 56 ഇഞ്ചസ് തന്നെയാണ്. നല്ല വിടുത്തുള്ള ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് മതി. ഇതൊരു സർപ്ലസ് ഫാബ്രിക് അല്ല, നമുക്ക് നോർമലി അങ്ങനെ കിട്ടുന്നത് തന്നെയാണ്. പിന്നെ ഈ ഫാബ്രിക്കിൻ്റെ ഈ സൈഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. നോർമലി നമ്മൾ മറ്റേ സൈഡാണ് ഉപയോഗിക്കൽ. ഇത്ര ക്വാണ്ടിറ്റിയാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ സീർസക്കർ ഫാബ്രിക്കിൽ, നമ്മൾ സീർസക്കറിൽ എപ്പോഴും കാണാറുള്ളത് ചെക്സോ അങ്ങനെ എന്തെങ്കിലുമാണ്. ഇതൊരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളുമാണ് വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ്. നമുക്കൊരു ഡ്രസ്സ് ചെയ്യാനും പിന്നെ പാൻസ് സൽവാർ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ്. ലേസ് ഡീറ്റെയിലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ്. നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. പിന്നെ നൈറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കലുണ്ട്. കാരണം സീ ത്രൂ അല്ല, നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമ്മളൊരു കിഡ്സ് പ്രിൻ്റാണ് കാണിക്കാൻ പോകുന്നത്. സ്നൂപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. കുട്ടികൾക്ക് നൈറ്റ് വെയേഴ്സും ഒക്കെ ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണിത്. ഇത് നമുക്ക് തൊടുന്ന സമയത്ത് തന്നെ നമുക്കിതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാൻ കഴിയും. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റി. അത്രയും സോഫ്റ്റും അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക്കാണിത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ലാസ്റ്റിംഗ് ആണ്, നല്ലോണം ലാസ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് മെഷീൻ വാഷും ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നതും 54 to 56 ഇഞ്ചസ് തന്നെയാണ്. വളരെ ലൈറ്റ് വെയ്റ്റഡും ബ്രീത്തബിളും ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇത് പ്യോർ കോട്ടൺ, സോഫ്റ്റ് കോട്ടണിലല്ല വരുന്നത്, റയോൺ കോട്ടണിലാണ് വരുന്നത്. ഒരു ചെറിയൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ ഈ ഫാബ്രിക്കിന്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബൂട്ടയിൽ വരുന്നതിന് പക്ഷെ വളരെ തിന്നായിട്ടുള്ള ഒരു റയോൺ കോട്ടണിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതൊരു പൗഡർ ബ്ലൂ കളർ ബൂട്ടാണ്. പൗഡർ ബ്ലൂ, ഐസ് ബ്ലൂ കളർ ബൂട്ടാണ് കേട്ടോ. അതിൽ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റഡും തിന്നുമാണ്. ദുപ്പട്ടയൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സൽവാറും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ലേസ് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ലൈനിങ്ങിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. സീ ത്രൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് ലേസ് കൊടുത്തു കഴിഞ്ഞാലും ഒരു ഫ്ലെയറിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഫാബ്രിക്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കോട്ടണിൽ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോട്ടൺസ് ആണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഫ്ലെക്സ് കോട്ടൺ ഉണ്ട്, നോർമൽ കോട്ടൺ ഉണ്ട്, സിയർ സക്കർ ഉണ്ട്, റയോൺ കോട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ ഉണ്ട്, ഡബിൾ ക്ലോത്ത് കോട്ടൺ ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക. വാട്സാപ്പ് നമ്പർ ഞാൻ മുകളിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്.